തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക്. പോയിന്റ് നിലയിൽ പാലക്കാടാണ് ഒന്നാമത്. തൃശൂരും കണ്ണൂരുമാണ് തൊട്ടു പിന്നിൽ. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇന്ന് സമാപനമാവുകയാണ്, ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നു. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മത്സരഫലങ്ങൾ വരുന്നത്? ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇനിയിപ്പോൾ എന്തൊക്കെ ഇനങ്ങൾ നടക്കാനിരിക്കുന്നു? സ്മൃതി, അവസാന നിമിഷം പോയിന്റ് നില മാറി മറിഞ്ഞു വരികയാണ്. ഏത് ജില്ല സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുമെന്ന് അവസാന മത്സരത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 249 മത്സരങ്ങളിൽ ഇനി 4 മത്സരങ്ങളുടെ റിസൾട്ടുകൾ മാത്രമാണ് വരാനിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് എല്ലായിടത്തും മത്സരങ്ങൾ അവസാനിച്ചു. ഇനി അതിൻ്റെ 4 എണ്ണത്തിൻ്റെ റിസൾട്ട് കൂടിയാണ് വരാനുള്ളത്. ഏറ്റവും അവസാനം വന്നപ്പോൾ 991 പോയിന്റുമായി പാലക്കാട് ജില്ല ഒന്നാമത് വന്നു. ഇതുവരെ കഴിഞ്ഞ കലോത്സവത്തിൻ്റെ ഈ 5-ാം ദിനം വരുമ്പോൾ ഇതുവരെ പാലക്കാട് 1-ാം സ്ഥാനത്ത് വന്നിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം പാലക്കാട് 1-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. 1 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ 990 പോയിന്റിൽ തൃശൂർ 2-ാം സ്ഥാനത്തും 985 പോയിന്റ് നേടി നിലവിലുള്ള ജേതാക്കളായ കണ്ണൂർ ജില്ല 3-ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 4 ഫലത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഓരോ ജില്ലകളും തൃശൂരും പാലക്കാടും ഞങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാകുന്ന റിസൾട്ടായിരിക്കും ഉണ്ടാകുക എന്നാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചാണെങ്കിൽ 1999 ഏറ്റവും അവസാനമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവർ ജേതാക്കളായത്. കലോത്സവത്തിൻ്റെ 63 വർഷത്തെ ചരിത്രത്തിൽ ആകെ 3 തവണ മാത്രമാണ് തൃശ്ശൂർ ഇതുവരെ കലോത്സവ ജേതാക്കളായിരിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും അവസാനം 2020 പാലക്കാടിന് സ്വർണ്ണക്കപ്പ് കിട്ടിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അവസാനം സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയാണെങ്കിലും 5 പോയിന്റിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് കണ്ണൂർ ഇനി 1-ാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പതിവ് സ്കൂളുകൾ കോട്ടൺ ഹില്ലും അല്ലെങ്കിൽ സിൽവർ ഹിൽസും ഒക്കെയാണ് എല്ലാ കാലത്തും ഒന്നാമത് നിൽക്കുന്നതെങ്കിൽ ഇത്തവണ അതിലും ഒരു മാറ്റം വന്നിരിക്കുന്നു. NS ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാന്നാർ, ആലപ്പുഴ ജില്ലയിലെ NS ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 90 പോയിന്റുമായി ഏറ്റവും മികച്ച സ്കൂളുകളുടെ പട്ടികയിലുണ്ട്. തൊട്ടു പിന്നാലെ 86 പോയിന്റുമായി BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തിയൂരും. പല ഘട്ടങ്ങളിലും ഈ ആലത്തിയൂരിലെ ഈ സ്കൂള് 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം വരെ അവരായിരുന്നു മുന്നിൽ നിന്നത്. പക്ഷേ അവിടെയും ഒരു മാറ്റം ഏറ്റവും അവസാനം കാണുന്നു. ഇനി 4 മത്സരങ്ങളുടെ റിസൾട്ട് മാത്രമാണ് വരാനിരിക്കുക. അപ്പോഴേ ആരാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തുക എന്ന് അറിയാൻ സാധിക്കും. റഹീസ്, ഇത്തവണ മത്സരം വേറൊരു രീതിയിൽ മാതാപിതാക്കളുടെ മത്സരമാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിരുന്നു. ജഡ്ജസിന്റെ പ്രകടനം വിലയിരുത്താൻ അവിടെ ഒരു രഹസ്യ സംവിധാനവും സർക്കാർ ഒരുക്കിയിരുന്നു. ഇത്തവണ എങ്ങനെയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും കഴിഞ്ഞ കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പരാതികൾ കുറവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? കൃത്യമാണ് സ്മൃതി. കാരണം കഴിഞ്ഞ കുറേ കലോത്സവം റിപ്പോർട്ട് ചെയ്തിരുന്ന ആളെന്ന നിലയിൽ കൂടി ഒരലമ്പുമില്ലാതെ ഒരു വിവാദവുമില്ലാതെ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാരണം കായികമേളയിൽ ഏറ്റവും അവസാന ദിവസം പ്രശ്നമുണ്ടാക്കിയ സ്കൂളുകളെ വിലക്കാനുള്ള ഒരു തീരുമാനം, വിലക്ക് മാറ്റിയെങ്കിൽ പോലും വിലക്കാനുള്ള ഒരു തീരുമാനം കായിക വകുപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായ പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ ആ സ്കൂളും അധ്യാപകരും നടപടി നേരിടേണ്ടി വരും എന്നൊരു ധ്വനി വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് ഒരളവോളം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാരണമെന്ന് തോന്നുന്നു. മറ്റ് സാങ്കേതിക കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ നാടകവേദിയിലെ സ്പീക്കറും മൈക്കും പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ നാടകവേദിയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക നാടകവേദിയിൽ ശബ്ദത്തിന് പ്രശ്നം, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷം നോക്കിയാൽ അങ്ങനെ ഒരു സാഹചര്യം പോലും ഇത്തവണ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇനി സമാപന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നിൽക്കുന്ന MD നിള എന്ന 1-ാം വേദിയിലാണ് സമാപന സമ്മേളനം. സാധാരണഗതിയിലുള്ളതുപോലെ തന്നെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവും എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. ടോവിനോയും ആസിഫ് അലിയും പങ്കെടുക്കുന്നു എന്നതാണ് സമാപന സമ്മേളനത്തിൻ്റെ പ്രത്യേകത. മത്സരം ഏതാണ്ട് പൂർത്തിയായെങ്കിൽ പോലും 5 മണിക്കാണ് സമാപന സമ്മേളനം എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക. അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് 1-ാം വേദിയിലെ മത്സരങ്ങൾ അവസാനിച്ചതിന് ശേഷം അവിടെ ഷെയറൊക്കെ ഇട്ട് സമാപന സമ്മേളനം
സമ്മേളനത്തിന് വേണ്ടി സംഘാടകർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, പ്രധാന വേദിയിൽ നിന്നാണ് റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകിയത്.